ഒരു അവിൽ നേദ്യം തയ്യാറാക്കാമെന്ന് വെച്ചതാണ്. ഇതൊരു 800 ഗ്രാം അവിലാണ്, നമ്മുടെ ചെമ്പാവരിയുടെ അവിൽ. ചെറുതായിട്ട് ചൂടാക്കാം. ഇതാ അവിൽ നല്ല ചെറിയ ചൂടായിട്ടുണ്ട് കേട്ടോ. പാകമായിട്ട് ഇത് കണ്ട തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിക്കണം കേട്ടോ. അപ്പം അതിനെ കൊത്തുവാണേ. തേങ്ങാക്കൊത്ത് റെഡിയായി പാൻ വെച്ചു. ഇനി നെയ്യിൽ ഒന്ന് മൂപ്പിക്കാം. നെയ്യിട്ടു കേട്ടോ. നെയ്യൊന്ന് ഉരുകിക്കോട്ടെ. നെയ്യിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ടു ഒന്ന് മൂപ്പിച്ചേക്കാം. അപ്പം ഇത് നമ്മൾ 800 ഗ്രാം അവിലെടുത്തല്ലോ, 850 ഗ്രാം ഉണ്ട് തേങ്ങ. നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാകുന്നിടം വരെ. ഈ ഒരു പരുവത്തിൽ, ഇതിപ്പോൾ ഇന്ന് തന്നെ എടുക്കേണ്ടത് കൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇത്രയും പൊട്ടുകടല ഇവിടെ കാണിക്കാം. ഞാനിന്ന് കപ്പലണ്ടി എടുത്തിരിക്കുന്നു, അതും കൂടെ ഒന്ന് മൂപ്പിക്കാം കേട്ടോ. അവിലിടാനാണ്. ഇങ്ങനെ പൊട്ടുകടലയും കപ്പലണ്ടിയും കൂടെ ഒരുമിച്ച് മൂപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ചുമപ്പ് വന്നാൽ മതി, ഒരുപാട് ഓവർ ബേൺ ആവണ്ട കേട്ടോ. മാറ്റാൻ പോവുകയാണേ. ആ ബാക്കി നെയ്യിലോട്ട് ഇത്രയും ഒരു കിസ്മിസോട് അങ്ങോട്ട് മൂപ്പിക്കാം. വിളയിക്കുന്ന അവിലി നമുക്കിങ്ങനെ ഒന്നാക്കിയാൽ മതി കേട്ടോ. കണക്കാണേ. പ്രസാദത്തിന് വേണ്ടി അവിൽ മാത്രം 800 എടുത്ത്. ഇനിയിപ്പോൾ ശർക്കര പാനി കാച്ചാൻ പോവുക. 800 ഗ്രാം അവിലിന് ഞാൻ 1 കിലോ തന്നെ ശർക്കര എടുത്തിരിക്കുവാണ്. ഇത് ഞാൻ മോളുടെ കൂടെ അമേരിക്കയിലാണേ. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ എന്താ പറയുക, ഹൈജീനായിട്ടുള്ളതൊരു ഡസ്റ്റോ ഒന്നും ഇല്ലാത്ത ശർക്കരയെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതിങ്ങനെ തന്നെ എടുക്കുവാണ്. അല്ലാത്ത ശർക്കരയാണെങ്കിൽ ഒന്ന് പാനി കാച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം ഞാൻ ഇതിൽ വെള്ളം ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചു, അരിഞ്ഞു. ഇനി നമുക്ക് ആ ഫ്ലെയിം നല്ലോണം അങ്ങ് കുറയ്ക്കണം കേട്ടോ. കുറച്ചിട്ട് അവിൽ പാൻ കയറ്റി വെച്ചു. ലോ ഫ്ലെയിമിലായിരിക്കുന്നത്. അത് നമുക്കിത് പതുക്കെ ഒഴിക്കാം. പറഞ്ഞില്ലേ, ഇതിൽ ഒരൊറ്റ ഡസ്റ്റ് പോലും കാണില്ല. അവരത് എഴുതിയിട്ടുണ്ടെങ്കിൽ ദ ക്വാളിറ്റി ഈസ് അഷ്വേർഡ്. കുറച്ച് നെയ്യ് ഇടണം. എനിക്ക് നല്ലോണം ഇളക്കി നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നെയ്യ് അങ്ങോട്ട് ഇടാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് വരാം. കുറച്ച് കറുത്ത എള്ള് ഇടുവാണേ. അപ്പോൾ ഈ ചൂടിൽ എല്ലാം കൈക്കണക്കാ, ഗ്രാൻഡ്മാ കുക്കിംഗ് ആണല്ലോ. ഓക്കെ, മതി. ഓരോന്ന് അങ്ങോട്ട് കുടഞ്ഞിടാം. കിസ്മിസ് ഇട്ടു, അതിട്ടു. പാത്രമൊക്കെ വലിച്ച് പിന്നെ ഇടാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. പാത്രമൊക്കെ ക്ലീൻ ആക്കി ഇട്ടു. എല്ലാം ഇങ്ങോട്ട് ഇട്ടു. ഇനി നമുക്കൊന്ന് ഇളക്കാം. അവിൽ വിളയിച്ചത് റെഡിയായി. അവിൽ വിളയിച്ചത് സബിൻ്റെ ഉള്ളിലോട്ടാക്കി കേട്ടോ.